UDFിൻ്റെ ചെയർമാനാണ്. 17ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. വാണിമേൽ ഗ്രാമപഞ്ചായത്തിൽ ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരപൂർവം വാർഡ് കൂടിയാണ്. പ്രത്യേകിച്ച് UDF, LDF, SDPI, BJP. അവിടെയുള്ള തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 17ാം വാർഡിൽ ഞാൻ പലപ്പോഴും ഇങ്ങനെ എന്താണ് 17ാം വാർഡിൽ ഇത്രമാത്രം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടാനുള്ള കാരണമുള്ളത്. 17ാം വാർഡിൽ ചതുഷ്കോണ മത്സരമാണ്. കാരണം UDFും LDFും SDPIയും BJPയുടെ മത്സരം. പക്ഷെ 17ാം വാർഡിലെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ ഒരിക്കലും UDF ഒരു തരത്തിലുള്ള പ്രയാസവും അവിടെ അനുഭവിക്കില്ല. കാരണം ഈ പ്രാവശ്യം വളരെ UDFിലെ ഘടകകക്ഷികൾ, അതേപോലെ തന്നെ അവിടുത്തെ UDFിൻ്റെ വോട്ടർമാർ ഒറ്റക്കെട്ടായിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ പിന്നിലുണ്ട്. എനിക്ക് പരിപൂർണ വിശ്വാസമുണ്ട് ഒരു തരത്തിലുള്ള കുപ്രചരണവും ഈ പ്രാവശ്യം 17ാം വാർഡിൽ നിലനിൽക്കില്ല. കാരണം അവിടെ പല കുപ്രചരണങ്ങൾ നടത്തിയിട്ട് UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യത ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത്. പക്ഷെ ഞങ്ങളിത് കാലേ കൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് അതൊക്കെ എല്ലാ പഴുതും അടച്ചുകൊണ്ട് മതേതര വിശ്വാസികളുടെ മുഴുവൻ വോട്ടുകളും UDFിന് വരും. ഞാനിത് അങ്ങനെ പറയാൻ കാരണം അപ്പുറത്തുള്ള ചില സ്ഥാനാർത്ഥികളെ ഒരു വിധത്തിലും ഒരു മതേതര പാർട്ടികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന വിധത്തിലുള്ള ചില ഇടപെടലുകളാണ് LDFിൻ്റെ, പ്രത്യേകിച്ച് CPMൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പ്രവർത്തകന്മാരുടെ ഭാഗത്തു നിന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാണിമേൽ പഞ്ചായത്തിൽ CPFിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു 100-400 വോട്ട് അവർക്ക് സ്വന്തമായിട്ടുള്ളൊരു വാർഡാണിത്. മുമ്പുള്ള 17ാം വാർഡല്ല. ഈ പ്രാവശ്യം ആ വാർഡിൻ്റെ ചില ഭാഗങ്ങൾ CPMൻ്റെ ചില ശക്തി കേന്ദ്രങ്ങൾ അതിലേക്ക് കൂട്ടിയിട്ടുണ്ട്. ആ വോട്ട് അവരുടെ പെട്ടിയിൽ വീണ് കഴിഞ്ഞാൽ ഉറപ്പാണ് അവിടെ യാതൊരു സംഭവിക്കും. പക്ഷെ അത് ഇല്ലാതാക്കാൻ, അതായത് നേരത്തെ പറഞ്ഞ ഈ വർഗീയ വാദികളുമായുള്ള കൂട്ടുകെട്ടുകൾക്ക് സ്ഥാപിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരത്തിൽ എത്താനുള്ള ചില അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പുറത്തു പറയപ്പെടുന്ന കാര്യങ്ങൾ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, UDFിനെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. അതുമാത്രമല്ല ഞങ്ങൾക്ക് ഭയവുമില്ല. കാരണം ഞങ്ങളുടെ വോട്ട് ബാങ്ക് കൃത്യമായിട്ട് അവിടെയുണ്ട്. അത് UDFിൻ്റെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബലവും ആ വോട്ടിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ല, ഈ 17ാം വാർഡിൻ്റെ കാര്യം പറയുമ്പോൾ കൊറ്റാല തന്നെ ഇപ്പോൾ പറഞ്ഞ് എന്താണ് ഇത്ര ആശ്ചര്യപരമായി ചർച്ച ചെയ്യുന്നത്? പലപ്പോഴും 4-5 ടേം പിന്നിലോട്ട് എടുത്തു നോക്കിയാൽ മാമ്പിലാക്കോൽ പ്രദേശം, പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗ് ഒരു സൗഹൃദ മത്സരം അടക്കം നടന്ന ഒരു വാർഡുകളിലൊന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു മത്സരം നടക്കുമ്പോൾ നേരത്തെ കോൺഗ്രസ് ലീഗും തനിച്ച് മത്സരിച്ച ഒരു അനുഭവങ്ങളൊക്കെ നമ്മുടെ വാണിമേൽ ഗ്രാമപഞ്ചായത്തിലുണ്ട്. അപ്പം കോൺഗ്രസിൻ്റെ വോട്ട് പൂർണ്ണമായും UDF സ്ഥാനാർത്ഥിക്ക്, അതല്ല ലീഗ് സ്ഥാനാർത്ഥിക്ക് കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ടോ? അതുമല്ല CPMൻ്റെ വോട്ട് വേറെ ആർക്കെങ്കിലും മറയും എന്നുള്ളൊരു ധ്വനി ഒറ്റാലയുടെ വാക്കുകളിൽ നിന്ന് ശ്രമിക്കാനും പറ്റുന്നുണ്ട്. ഒരു കാര്യം പറയട്ടെ, 100% എനിക്ക് ഉറപ്പുണ്ട് UDFിൻ്റെ, കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും വോട്ട് 100% UDFിൻ്റെ സ്ഥാനാർത്ഥി കിട്ടും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ സ്ട്രാറ്റജിയാണ്. കോൺഗ്രസും ലീഗും അവിടെ സൗഹാർദ്ദ മത്സരം നടന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് അവിടെ ജയിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ജയിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം അവിടെ നടക്കാൻ പോകുന്നത് UDFിന് ഞങ്ങൾക്ക് കൃത്യമായി ഞങ്ങളിത് കണക്കുണ്ട്. UDFിൻ്റെ മുഴുവൻ വോട്ടും UDFിൽ കിട്ടും. CPMൻ്റെ ഈ ഒരു നീക്കത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അതായത് CPM അവിടെ സ്ഥാനാർത്ഥി വെച്ചെങ്കിലും ചില തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അത് എങ്ങനെയാണ് നീക്കുപോക്ക് ഉദ്ദേശിക്കുന്നത്? CPM സ്വാഭാവികമായിട്ടും അവർക്ക് അവിടെയുള്ള സ്ഥാനാർത്ഥിയെ പേരിന് നിർത്തിയിട്ട് മറ്റുള്ള ചില ആൾക്കാരെ സഹായിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും അങ്ങനെ നടന്നു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 100% കോൺഫിഡൻസ് ഉണ്ട്. അത് UDFിന് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയട്ടെ, അങ്ങനെയാണെങ്കിൽ അത് വാണിമേലെ CPM സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു ആപത്തിലേക്കാണ് അവർ പോകുന്നതെന്ന് ഈ അവസരം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. 17ാം വാർഡിൽ അവിടെ ശക്തമായ മത്സരം ആരൊക്കെ തമ്മിലാണെന്നാണ് സ്ഥാനാർത്ഥി എന്നുള്ള പാറ്റേൺ വെച്ചിട്ട് UDFും LDFും തന്നെയാണ്. മറ്റുള്ളവർ ചിത്രത്തിലേ ഇല്ല. കാരണം അവരുടെ സ്വന്തമായ വോട്ടുകൾ എന്നുള്ളത് കുറഞ്ഞ വോട്ടുകളാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 40 വോട്ടിനടുത്ത ആണ് UDF സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന MK മജീദ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ
മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണോ കരുതുന്നത്? തീവ്രവാദ സ്വഭാവത്തോടു കൂടി UDF പറയുന്ന SDPI മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണോ? 17 വാർഡിൽ ഓരോ പാർട്ടിയും UDF, LDF, അതേപോലെ തന്നെ മറ്റേ SDPI വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ UDF, LDF അതിനുശേഷം മാത്രമേ SDPI വരുന്നുള്ളൂ. അത് ആ രൂപത്തിലാണുള്ളത്. പക്ഷേ ഇലക്ഷൻ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും UDF പരാജയപ്പെടുത്തുന്നുള്ള ഒരു ദുഷ്ടലാക്കോടുകൂടിയാണ് പോകുന്നതെങ്കിൽ ചിലപ്പം 2-3 സ്ഥാനത്തെ പറ്റിയിട്ട് തർക്കം ഉണ്ടാകാം. പക്ഷെ ഒന്നാം സ്ഥാനത്തെ പറ്റിയിട്ട് യാതൊരു തർക്കവും തർക്കവും 2-3 സ്ഥാനം ആർക്കാണെന്നുള്ളത് അത് അവർ തമ്മിലുള്ള ചർച്ചകളും കൂട്ടുകച്ചവടവും അതിനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒന്നാം സ്ഥാനത്തിനെ പറ്റിയിട്ട് 17 വാർഡിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഭൂരിപക്ഷം എത്രയാണെന്ന് ഇപ്പം പറയുന്നില്ല. കാരണം എത്ര പ്രതീക്ഷിക്കുന്നുണ്ട്? നല്ല 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 വിജയം കഴിഞ്ഞ വർഷം ഉണ്ടായതിനേക്കാളും എത്രയോ നല്ല വിജയം ഈ പ്രാവശ്യം ഉണ്ടാകും. കാരണം രാഷ്ട്രീയപരമായ കാലാവസ്ഥ UDF അനുകൂലമാണ്. മുമ്പെങ്ങും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ഐക്യവും ഭദ്രതയും കെട്ടുറപ്പുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി ഈ പ്രാവശ്യം 17 വാർഡിൽ മത്സരിക്കുന്നത്. അതെനിക്ക് തെരഞ്ഞെടുപ്പിൽ വീടുകളിൽ കയറുമ്പോൾ കൃത്യമായി എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒന്നാം സ്ഥാനത്തെ പറ്റിയിട്ട് ചർച്ച ചെയ്യില്ല. 2-3 ആരാണെന്നത് അവര് തന്നെ എന്താണ് തെളിയിക്കേണ്ട. സ്വാഭാവികമായിട്ടും UDF ബാധിക്കുന്ന ഒരു വിഷയമല്ല.